ഏറ്റവും വലിയ മോട്ടീവ് എനിക്കന്ന് എൻ്റെ വാപ്പയാണ്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. റിച്ച് ഡാഡ് എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉള്ള ഡാഡ് എന്നല്ല, അല്ലെങ്കിൽ പൂർ ഡാഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉള്ള ഡാഡ് എന്നല്ല. എൻ്റെ വാപ്പ 3 മക്കളാണ്. 2 മക്കൾക്കും ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുത്തവരുണ്ട്. പൾസർ, ഫോൺ എല്ലാം. ഞാൻ ചോദിച്ചു ലാപ്ടോപ്പാണ്, ഒരു 60,000 ലാപ്ടോപ്പ് എനിക്കായിരുന്നു, കിട്ടിയില്ല. റിച്ച് ഡാഡ് പൂർ ഡാഡ് പ്രകാരം പൂർ ഡാഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ കൂലിപ്പണിക്കാരനായിരിക്കുള്ളൂ, പക്ഷെ ആളെടുത്ത് പൈസ മക്കൾക്ക് കൊടുക്കും. റിച്ച് ഡാഡ് മൾട്ടി മില്യനർ ആയിരിക്കുള്ളൂ. ഹി വോണ്ട് പുട്ട് മണി ഇൻ ഹിസ് പോക്കറ്റ്. എൻ്റെ മനസ്സിലേക്ക് വന്നു ഐ വോണ്ട് ടു മേക്ക് മണി. അങ്ങനെ എഡിറ്റിംഗ് പഠിക്കുന്നത്. എഡിറ്റിംഗ് പഠിച്ചപ്പോൾ എനിക്കൊരു മാസം 40,000 കിട്ടി. വിത്ത് ദാറ്റ് സ്കിൽ എഡിറ്റിംഗിനെ അങ്ങനെ പഠിക്കും. 2 യൂട്യൂബറിൻ്റെ എഡിറ്റർ. എനിക്ക് മനസ്സിലായി ഇവരെന്നെ പറ്റിക്കുകയാണ്. അതായത് അവർക്ക് കിട്ടുന്ന 20% തന്ന് എന്നെ വിടാം, അവർ വെറുതെ ഇരിക്കുക, അവിടെ കാര്യം കിട്ടി. വൈ ക്യാൻറ്റ് ഐ ബി ദ യൂട്യൂബർ? എനിക്ക് മനസ്സിലായി യൂട്യൂബേഴ്സിൽ ഒരു എഞ്ചിനീയർക്കും ഡോക്ടർക്കും മേടിക്കാൻ പറ്റാത്ത കാറ് മേടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് മതി, വേറൊരു തെളിവ് വേണ്ട, കളിയാൻ മാറ്റി. Then I started to read Atomic Habits. Atomic Habits പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. If you want to form a new habit, connect your new habit with the old one.